നമസ്കാരം ശ്രീല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ എന്നും ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, ശേഷം തച്ചുകൊല്ലുക, ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഇത്രയും വ്യാപകമായ ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെ എളുപ്പമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് രാവിലെ ഈ കേരളം കണ്ടുണർന്നത്. കേരളത്തെ പിടിച്ചു കുലുക്കുന്ന വാർത്തയുമായി ഒരു മാധ്യമം വന്നതാണ്. പക്ഷെ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണ വിധേയരായവരുടെ അഭിപ്രായം കേൾക്കാനോ അവരെക്കുറിച്ച് അന്വേഷിക്കുവാനോ ഒന്നും മുതിർന്നില്ല. പകരം അവരെയെല്ലാം അടച്ചാക്ഷേപിക്കുകയായിരുന്നു. ഈ വാസ്തവം അറിയാൻ വേണ്ടി മറ്റൊരു മാധ്യമം ആ സ്ത്രീയെ സമീപിച്ചു. പക്ഷെ അപ്പോൾ ആ സ്ത്രീയെ ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത വിധം ആ വാർത്ത പുറത്തുവിട്ട മാധ്യമം അവരെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ആർക്കും അവിടെ എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല. ഇത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ്? ശ്രീലയും ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ്. ഇതിനെ ഇപ്പോൾ എങ്ങനെയാണ് ശ്രീല നോക്കിക്കാണുന്നത്? കാരണം അതിൽ ആരോപണ വിധേയരായ അതിലൊരാൾ ഈ റിപ്പോർട്ടഡ് ചാനലിൻ്റെ മുതലാളിമാരുടെ മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. ആ സ്ഥിതിക്ക് ഇതിനെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിൽ നിന്നും പുരസ്കാരം വരെ ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിയുടെ അഭിപ്രായമെങ്കിലും ഇവർ ആരായേണ്ടതല്ലായിരുന്നു? പ്രീത ഇപ്പൊ രണ്ട് ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് മാധ്യമധർമ്മം, അടിസ്ഥാന മാധ്യമധർമ്മത്തെ കുറിച്ചുള്ളതും, രണ്ട് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണം. രണ്ട് ആരോപണങ്ങൾക്ക് ഞാൻ വ്യക്തമായി മറുപടി തരാം. ഒന്ന്, മാധ്യമധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ. നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് മാധ്യമധർമ്മം എല്ലാ തരത്തിലും മാധ്യമരംഗം വലിയ പ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നു നമുക്കറിയാം. എല്ലാ തരം പ്രശ്നങ്ങളും പണ്ടൊക്കെ നമുക്കറിയാം, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ മാധ്യമങ്ങൾ ഒരു ജനാധിപത്യത്തിന്റെ 4ാം തൂണായി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് മാധ്യമങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പണ്ട് മുതൽ നമ്മൾ കാണുന്നതാണ്. പണ്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വാർത്ത വരണമെങ്കിൽ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ പത്രങ്ങളിൽ ഏതെങ്കിലും വാർത്ത വരണമെങ്കിൽ വളരെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് വാർത്ത കൊടുക്കുന്ന രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എങ്കിൽ പോലും തെറ്റും കുറ്റങ്ങളും ഉണ്ടാവും. അത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ചാനലുകളുടെ വരവോടുകൂടി, പ്രത്യേകിച്ച് ആദ്യം ഇന്ത്യ വിഷനാണ് ഉണ്ടായത്. പക്ഷെ ആ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ത്യ വിഷൻ, ഏഷ്യാനെറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏഷ്യാനെറ്റ് ആയിരുന്നു ആദ്യം വന്നത്. അതിനുശേഷം ഇന്ത്യ വിഷൻ വന്നു. ഇന്ത്യ വിഷൻ വന്നതോടെയാണ് വാർത്തയിൽ ഒരു വ്യത്യസ്തതയും അതുപോലെ തന്നെ വാർത്തയിൽ വലിയ രീതിയിലുള്ള വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയ ചർച്ചകളും ഒക്കെയായി ഇന്ത്യ വിഷൻ മാറി. ആ ഇന്ത്യ വിഷന്റെ മുഖമുദ്രയായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകനാണ് പിന്നീട് റിപ്പോർട്ടർ ചാനലിലേക്ക് വന്ന് MV നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ തുടങ്ങി. അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചു ഇന്ത്യ വിഷൻ പുലർത്തിയിരുന്നത് പോലെ ഒരു നൈതികത, ഒരു വാർത്തയിലെ ഒരു മാന്യത ഒക്കെ പുലർത്തുമെന്നായിരുന്നു നമ്മുടെ ധാരണ. പക്ഷെ അത് റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ആദ്യഘട്ടത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാനും അവിടെ ഒരു സ്റ്റാഫായി ഉണ്ടായിരുന്നു. എനിക്കറിയാം, ഞാനും ജോലി ചെയ്ത സ്ഥാപനമാണ്. പക്ഷെ അന്നൊക്കെ നികേഷ് കുമാർ വളരെ കൃത്യമായി തന്നെ ഏതെങ്കിലും വാർത്ത വന്നാൽ ക്രോസ് ചെക്ക് ചെയ്ത് വളരെ കൃത്യമായ വാർത്ത കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. രണ്ട് ഭാഗവും കേൾക്കാതെ വാർത്ത കൊടുക്കരുത് എന്ന് ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു അതിനൊരു മാറ്റം വന്നത് മുട്ടിൽ സഹോദരന്മാർ ആ റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നതോടുകൂടിയാണ്. നികേഷ് കുമാറിന് ഈ ചാനൽ മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോകാനും ലാഭകരമല്ലാതെ വരികയും അദ്ദേഹത്തിന് കുറെ കടം വരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ജേർണലിസ്റ്റിൽ നിന്ന് ബിസിനസ് മാനായി മാറിയപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങൾ ആ ചാനലിനെ ബാധിച്ചിട്ടുണ്ട്. അതിനുശേഷം മുട്ടിൽ സഹോദരന്മാരുടെ വരവോടുകൂടി ഈ ചാനൽ കംപ്ലീറ്റ് വൺ സൈഡഡ് ആവുകയും ആർക്കെങ്കിലും ഒക്കെ വേണ്ടി വാർത്ത ചമയ്ക്കുകയും ചെയ്യുന്ന കാലാകാലങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അതിന് ചെറിയ മുഖ വ്യത്യാസമൊക്കെ വരുത്തി മുഖം മിനുക്കി ഒരു പുതിയ ചാനൽ എന്ന രീതിയിൽ മുട്ടിൽ സഹോദരന്മാരുടെ മുഖം പുറത്തു കാണിച്ചുകൊണ്ട് പുറത്തു വരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഈ ചാനൽ ആദ്യഘട്ടത്തിൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ദിലീപിന്റെ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തും എനിക്ക് തോന്നുന്നു മുട്ടിൽ സഹോദരന്മാർ അവിടെയുണ്ട്. ആ ഇഷ്യൂ മുതൽ, കാരണം ദിലീപിനോട് ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപിനോട് എന്തോ പണം ചോദിച്ചിരുന്നു. അത് കൊടുക്കാത്തതിന്റെ പ്രതികാരം എന്നോണം ദിലീപിനെ പ്രതിയാക്കിക്കൊണ്ട്, അതായത് ദിലീപിനെ വിചാരണ കഴിഞ്ഞ് തൂക്കിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞ പോലെയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണ ആ ഒരു ചാനൽ മാത്രം, മറ്റെല്ലാ ചാനലുകളും ദിലീപുമായുള്ള വാർത്തകൾ ആ സമയത്ത് മിതത്വം പാലിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ കാര്യങ്ങളും കോടതി കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ, കോടതി വ്യാപാരങ്ങളും ഒക്കെ കൃത്യമായി കൊടുക്കുമ്പോൾ പലപ്പോഴും റിപ്പോർട്ടർ ചാനൽ ഒരു പടി കൂടി കടന്ന് ആ ഒരു ഭാഗത്തെ മാത്രം നോക്കിക്കൊണ്ട് അവർക്ക് വ്യാഖ്യാനം ചമയ്ക്കാനുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് മുട്ടിൽ സഹോദരന്മാർ ജയിലിലാകുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ ചാനലിലാണ് ഒളിച്ചു താമസിച്ചിരുന്നത് പോലും അക്കാലത്ത് കേട്ടിരുന്നു.
ഏതായാലും ശേഷം ഈ മുട്ടിൽ സഹോദരന്മാർ ജയിലിലാവുകയും അതിനുശേഷം അവർ നൽകിയ പണവും എന്റെ ബാക്ക് സപ്പോർട്ടായി അവർ അത് പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുകയും അവസാനം കംപ്ലീറ്റ്ലി അവരുടെ കയ്യിലേക്ക് വരികയും ചെയ്തു. അവരുടെ കയ്യിലേക്ക് വന്ന് അവരുടെ സ്വന്തം പണമാണോ എന്നറിയില്ല, ഇതിനും മാത്രം പണം എവിടുന്നാണെന്ന് അറിയില്ല. അതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ്. ബിനാമി പണമാണോ, ഇതൊക്കെ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ ചാനൽ വളരെ വന്നപ്പോഴും അവരുടെ സ്ട്രാറ്റജി അവർ പുറത്തെടുക്കാൻ തുടങ്ങി. കാരണം എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും, അതായത് അന്ന് മുതൽ തന്നെ ഇവരുടെ കള്ളക്കളിയും സ്ട്രാറ്റജിയും നമ്മൾ കണ്ടതാണ്. എല്ലാ ചാനലുകാരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട, സാധാരണഗതിയിൽ ചിലപ്പോ കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കിയാൽ രാഷ്ട്രീയ രംഗത്ത് ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ ചായ്വ് കാണും. ഇപ്പൊ മനോരമയ്ക്കാണെങ്കിൽ കോൺഗ്രസ് ചായ്വ് ഉണ്ടാകും, അങ്ങനെ ചില ചായ്വുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് പ്രകടമായി ആരോടും ചായ്വില്ലെന്ന് വരുത്തി, ചില സംഘപരിവാർ അജണ്ടകൾ ഉണ്ട് എന്ന് വരുത്തി, അതായത് സംഘപരിവാറുകാരെ വലിയ രീതിയിൽ ആകർഷിക്കാൻ ആ ചാനലിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ ഓരോ തരത്തിൽ ഒരു ചാനലിന് വേണ്ടി ഓരോ സ്പോക്സ് പേഴ്സണെ വെച്ചിരിക്കുന്ന പോലെ ആ ചാനലിൽ, അതായത് കോൺഗ്രസിന് ഒരു സ്പോക്സ് പേഴ്സൺ, CPM വേണ്ടി ഒരു സ്പോക്സ് പേഴ്സൺ, BJP വേണ്ടി ഒരു സ്പോക്സ് പേഴ്സൺ, ആ തരത്തിൽ ചാനലുകളുടെ ചർച്ചയുടെ രീതി മാറ്റിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അതിന് കാരണം മുട്ടിൽ സഹോദരന്മാരുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കേസുകളുണ്ട്. കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ കേസ് നടക്കുന്നുണ്ട്. കേരളത്തിലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയാൽ കേന്ദ്രം നിൽക്കണം, കേന്ദ്രത്തിലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയാൽ കേരളം നിൽക്കണം. അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി അവർ മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ അവർക്കുള്ള, ഇപ്പോ എല്ലാവരും അവരെ ആക്ഷേപിക്കുന്നത് ഈ മരമുറി ചാനൽ എന്നാണ്. അപ്പൊ അതൊന്നും മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമവും അവർ നടത്തുന്നുണ്ട്. പ്രീതി, നമ്മൾ വിചാരിക്കും, തെറ്റിപ്പോയി, ക്ഷമിക്കണം പ്രീതി, നമ്മൾ വിചാരിക്കും സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയക്കാർ പല ചാനലുകൾ തുടങ്ങുന്നുണ്ട്. രാഷ്ട്രീയക്കാർ തുടങ്ങുന്ന ചാനലുകളെക്കാൾ അപകടകരമാണ് ബിസിനസ്സുകാർ തുടങ്ങുന്ന ചാനൽ. കാരണം ബിസിനസ്സുകാർ ചാനൽ തുടങ്ങിയാൽ അവർക്ക് പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതായത് സർക്കാരിനെ അടക്കം സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയക്കാർ നടത്തുന്ന ചാനലുകൾ എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായ ചില ആരോപണങ്ങളും അല്ലെങ്കിൽ പ്രത്യാരോപണങ്ങളും ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അതാവില്ല. കൃത്യമായ ഇൻട്രസ്റ്റോട് കൂടിയാണ് വ്യവസായികൾ ചാനൽ രംഗത്തേക്ക് വരുന്നത്. അതിന് പലതരത്തിലുള്ള, കാരണം അവരുടെ ആ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കേസുകൾ സെറ്റിൽ ചെയ്യണം, അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കണം, ഏതെങ്കിലും ഒളിച്ചു കടത്തപ്പെടുന്ന ബിസിനസ് സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജികൾ കൊണ്ടുവരണം. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഈ ബിസിനസ്സുകാരുടെ ചാനൽ വലിയ അപകടകരമാണെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ മുട്ടിൽ സഹോദരന്മാരെ വെളുപ്പിക്കാനുള്ള ശ്രമമാണ് പല വാർത്തകളും നമുക്കറിയാം. ഈ അടുത്ത കാലത്തൊക്കെ നമുക്കറിയാം, വയനാടുമായി ബന്ധപ്പെട്ട, വയനാട്ടിൽ വലിയ രീതിയിൽ സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു, വയനാട്ടിലേക്ക് ആളെ അയക്കുന്നു, വലിയ മാമാങ്കം പോലെയാണ് അവിടുത്തെ വാർത്തകൾ. അതായത് നികേഷ് കുമാർ തല ഊരിക്കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് പോയി. എനിക്ക് തോന്നുന്നു മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നികേഷ് കുമാർ പോയത്. നികേഷ് കുമാർ അവസാന കാലത്തൊക്കെ, അതായത് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ അവസാന കാലത്ത് ചില വ്യത്യാസങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ അത് അദ്ദേഹത്തിന്റെ നിവൃത്തിയില്ലായ്മ കൊണ്ട് എന്നാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അദ്ദേഹം ഒരു മികച്ച മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം മാധ്യമ ധർമ്മം പുലർത്തിക്കൊണ്ട് ഒരു ഘട്ടം വരെ പോയ ആളുമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചത്. രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള അദ്ദേഹത്തിന് ഒരു രണ്ട് കാലിൽ ചവിട്ടാനുള്ള, അതായത് പത്രപ്രവർത്തന രംഗത്തോ രക്ഷപ്പെടില്ല, എന്നാൽ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. അവിടെയും പരാജയപ്പെട്ടു. ഒരു നിവൃത്തിയുമില്ലാതെ അദ്ദേഹം വീണ്ടും വന്ന് തിരിച്ചു കയറിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ തുടങ്ങിയത്. എങ്കിൽ പോലും അദ്ദേഹം മികച്ചൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഒരു കാലഘട്ടം വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വേറൊരു കൃത്യമോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും കാണിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനുമായിരുന്നില്ല. ഇത്തരത്തിൽ വാർത്ത ചമയ്ക്കുന്ന ഒരാളുമായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മുട്ടിൽ സഹോദരന്മാർ അവിടെ എത്തിയപ്പോൾ മുതലാണ് വാർത്ത ചമയ്ക്കൽ ആരംഭിച്ചത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി അറിയാം, ഞങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്ന സമയത്ത് രണ്ട് ഭാഗവും ക്രോസ് ചെക്ക് ചെയ്ത് മാത്രമേ നികേഷ് കുമാർ വാർത്ത, അതായത് നല്ല വാർത്തകൾ, ഞാൻ പാലക്കാട് ബ്യൂറോയിൽ ഇരുന്ന ആളാണ്, വളരെ നല്ല വാർത്തകൾ എനിക്ക് ചെയ്യാനുള്ള അവസരം ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഏത് വലിയ വാർത്ത കൊണ്ട കൊടുത്താലും ആ സമയത്ത് രണ്ട് ഭാഗവും ക്രോസ് ചെക്ക് ചെയ്യാതെ അദ്ദേഹം വാർത്തകൾ നൽകിയിരുന്നില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് 100% ഉറപ്പുണ്ടായിരുന്ന ഒരാളാണ്. അക്കാര്യം എനിക്ക് തുറന്നു പറയാൻ കഴിയും. ഇനി അതിനുശേഷം ഉണ്ടായ മാറ്റമാണ് ഈ മാറ്റം. ഇപ്പോൾ മുട്ടിൽ സഹോദരന്മാരെ വെളുപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇതും അത്തരത്തിലുള്ള ഒരു വാർത്തയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാം, ഇതിനു മുമ്പ് സത്യം പറഞ്ഞാൽ രാവിലെ ഒരു രീതിയിലും ഉച്ചയ്ക്ക് ഒരു രീതിയിലും ചാനലിൽ ചർച്ച ചെയ്യേണ്ടി വരിക എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണെന്നുള്ള ആശങ്ക ജനിപ്പിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളെ ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ ഒരു വാർത്ത വരുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ വാർത്ത മരിക്കുന്നു, അത് വ്യാജ വാർത്തയാണെന്ന് വരുന്നു. നിവിൻ പോളിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ ഏഷ്യാനെറ്റ് പോയി അത് അന്വേഷിക്കുകയും മറ്റുള്ള ഇപ്പോ ഈ ആരോപണ വിധേയരായവർ പുറത്തു വരികയും ചെയ്യുമ്പോൾ ഈ പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഒരു കഴമ്പുമില്ലാത്ത വാർത്ത? ഇപ്പൊ ഒരു കൂട്ടം സ്ത്രീകൾ സിനിമാ മേഖലയിലെ അവർ നേരിട്ട ഈ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ ഒരു കൂട്ടം സ്ത്രീകളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി ഉണ്ടായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയിൽ നിൽക്കുന്നതാണ്. ആ സമയത്ത് ഇത്തരത്തിൽ വ്യാജ പരാതികളുമായി വരുന്നത്
സ്ത്രീകൾ ഈ പരാതികൾ ഉന്നയിക്കുന്ന സ്ത്രീകളുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത് ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറെ സ്ത്രീകൾ ഇപ്പോൾ ഉണ്ട്, വ്യാജ പരാതികൾ നൽകുന്ന സ്ത്രീകൾ. അവരുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് പണക്കാരാവുക, എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള ചില ആൾക്കാരാണ്. ഇനി ചിലർ കടമെടുക്കുകയും ചെയ്യും, ഇങ്ങനെയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയാവുന്ന ഒരാൾ സമൂഹത്തിൽ വലിയ രീതിയിൽ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്തിയ ഒരു സ്ത്രീ അടുത്ത കാലത്ത് ഒരു കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെടുന്നു. അവർ 18ഓളം കേസുകൾ നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിന്റെ കൃത്യമായ രേഖകളോടെയാണ് ഞാൻ പറയുന്നത്. പ്രീത, നമ്മൾ കണ്ടതാണ് ഈ അടുത്ത കാലത്തൊക്കെ എത്തരത്തിലുള്ള പരാതികളാണ് വരുന്നതെന്ന്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം, ആ വിഷയവുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ട ഒരു കൃത്യസമയത്ത് പല രീതിയിലുള്ള പരാതികൾ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നു, 2 മണിക്കൂറിനകം നിവിൻ പോളി മാധ്യമങ്ങളെ കാണുന്നു. അത്തരത്തിലൊരു ആരോപണം വ്യാജമാണെന്നും തെളിയിക്കാൻ സാധിക്കുമെന്നും വ്യാജ പരാതിയാണെന്നും പറയുന്നു. ഏതായാലും വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം വന്ന് ആ സമയത്ത്, അത് പരാതിക്കാരി ഉന്നയിക്കുന്ന സമയത്ത്, ആ പരാതിക്കാരി ഗൾഫിലാണ് എന്ന് പറഞ്ഞ സമയത്ത് നിവിൻ പോളി ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ വീണ്ടും ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആ പരാതിക്കാരിയും കേരളത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും എന്തിനാണ് ഇത്തരത്തിലുള്ള പരാതികൾ നൽകുന്നത്, എന്താണ് അതിന്റെ പിന്നിലെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കേസുകൾക്കെതിരെ ശ്രീല, നമ്മളിപ്പോ ആലോചിക്കേണ്ടത്, പരാതികൾ ഇങ്ങനെ വരും, ആരോപണങ്ങൾ വരും, പക്ഷെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഇന്നിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ വാർത്തയുടെ ലിങ്ക് അയച്ചു തന്നിട്ട് വെരി ഷോക്കിംഗ് എന്നാണ് പറഞ്ഞത്. കാരണം ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണോ നമ്മുടെ നാട്ടിൽ? പക്ഷെ അവർ ഈ വാർത്തയുടെ പുറകെ പോയി ഇത് ഫേക്ക് ആയിരുന്നോ, ഇതിലിനി വേറൊരു വശം ഉണ്ടായിരുന്നോ എന്നൊന്നും അവർ അന്വേഷിക്കുന്നില്ല. പക്ഷെ ആൾക്കാർ ഈ മാധ്യമങ്ങളെ വിശ്വസിക്കുന്നത് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കി വേണം മാധ്യമങ്ങൾ വാർത്ത കൊടുക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.